നമസ്കാരം. ഞാൻ ഡോക്ടർ സുഷാൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, HCT ഹോസ്പിറ്റൽ പഠനം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നു ലോകത്ത് മരണകാരണങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്ന സ്ട്രോക്ക് എന്ന അസുഖത്തെ പറ്റിയാണ്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ചീത്ത കൊളസ്ട്രോളിന്റെ ആധിക്യം, വ്യായാമക്കുറവ്, ഇത്തരക്കാരിൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ഇവരിലൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സ്ട്രോക്കുകൾ. ഒന്ന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞത് കാരണം വരുന്ന ഇഷ്കീമിക് സ്ട്രോക്ക്. രണ്ടാമത് അമിത രക്തസമ്മർദ്ദം മൂലം തലച്ചോറിനുള്ളിലെ രക്തധമനികൾ പൊട്ടിയുണ്ടാകുന്ന ഹെമറേജിക് സ്ട്രോക്ക്. സ്ട്രോക്കിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ട്രോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്നുണ്ടാകുന്ന സംസാരത്തിലുണ്ടാകുന്ന വ്യത്യാസം, സംസാരിക്കുന്ന പേഷ്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതിരിക്കുക, ചിറി ഒരു വശത്തേക്ക് ഓടിപ്പോവുക, ഒരു വശത്തെ കൈകാലുകളുടെ ബലക്കുറവ്, ഒരു വശത്തെ കാഴ്ച നഷ്ടപ്പെടുക, നടക്കുമ്പോൾ ബാലൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ട്രോക്കിന്റെ ഇതാകാം. അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഉടനെ തന്നെ സ്ട്രോക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുക. സ്ട്രോക്ക് ചികിത്സിക്കാൻ പര്യാപ്തം എന്ന് പറഞ്ഞാൽ CT അല്ലെങ്കിൽ MRI എടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ സ്ട്രോക്ക് ഉണ്ടെന്നുള്ള ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു CT അല്ലെങ്കിൽ MRI എടുക്കുക. അതിൽ നിന്ന് ഇത് ഇഷ്കീമിക് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ രക്തധമനി പൊട്ടിയുണ്ടായ ഹെമറേജിക് സ്ട്രോക്ക് ആണോ എന്നുള്ളത് തിരിച്ചറിയാം. ഇഷ്കീമിക് സ്ട്രോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനിപ്പോൾ ഒരു CT ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടെ ചെയ്യും. അപ്പോൾ ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ അടവുണ്ടോ എന്ന് നോക്കുന്നത്. ഈ CT ആൻജിയോഗ്രാമിൽ ചെറിയ രക്തക്കുഴലുകളിലാണ് അടവുണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോട്ട്സ് അലിയിക്കാനുള്ള ത്രോംബോളിറ്റിക് തെറാപ്പി, IV ത്രോംബോ, ഇത് IV ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ്. രോഗിയെ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ IV ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതി ചെയ്യാൻ കഴിയും. രണ്ടാമതായിട്ട് വലിയ രക്തക്കുഴലിലാണ് അടവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ത്രോംബോളിറ്റിക് തെറാപ്പി കൊണ്ട് ഈ ക്ലോട്ട് പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കുന്നത്. ഇത്തരം അവസരത്തിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ ഒരു കത്തീറ്റർ രക്തധമനിക്കുള്ളിലേക്ക് കടത്തി ഈ ക്ലോട്ടിനെ മെക്കാനിക്കലി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് ചെയ്യും. ഇപ്പോൾ നേരത്തെ IV ത്രോംബോലൈസിസിന്റെ ഒരു സമയപരിധി എന്ന് പറയുന്നത് 4.5 മണിക്കൂറാണെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്ടമിക്ക് 6 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ സമയദൈർഘ്യമുണ്ട്. ഏറ്റവും പ്രധാനം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളത്.